ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇൻഫോ പാർക്കിലെ ഒരു തൊഴിലവസരവുമായിട്ടാണ്. ഇൻഫോ പാർക്കിലുള്ള ഒരു പ്രമുഖ കമ്പനിയിൽ ഇപ്പോൾ ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നൊരു പൊസിഷനിലാണ് ഒരുപാട് വേക്കൻസീസ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിക്രൂട്ട്മെന്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇതിന് അവർ എക്സ്പീരിയൻസ് നിർബന്ധമായി ചോദിക്കുന്നില്ല. ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി നേടാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻ ഡെപ്ത് പറഞ്ഞു തരുന്നുണ്ട്. അതായത് എവിടെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്, ഏത് കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്, എന്ത് ജോലിയാണ് നിങ്ങൾ ബേസിക്കലി ഇതിൽ ചെയ്യേണ്ടത്, അതായത് എന്ത് പ്രോസസ്സിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ ശമ്പളം വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ പ്രത്യേകം കാണാൻ ശ്രദ്ധിക്കുക. ഇനി ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതുപോലുള്ള ജോബ് വേക്കൻസീസ് അപ്ഡേറ്റ്സ് ഒക്കെ റെഗുലറായി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ള കമ്പനി ഏതാണെന്ന് വെച്ചാൽ ഗ്രാംപ്രോ ബിസിനസ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഈ ഒരു കമ്പനി ഉള്ളത് നമ്മുടെ കൊരാട്ടി ഇൻഫോ പാർക്കിലാണ്, അതായത് തൃശ്ശൂരിലുള്ള ഇൻഫോ പാർക്കിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന തീയതി എന്ന് വെച്ചാൽ മാർച്ച് 7, 2025 പോസ്റ്റിന്റെ പേര് വരുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്നാണ്. ഇതിന് ബേസിക്കലി അവർ ചോദിക്കുന്ന യോഗ്യത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇതിന് അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചോദിക്കുന്ന ആദ്യത്തെ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ മാൻഡറ്ററി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്. +2 റീജിയണൽ ലാംഗ്വേജസ്, അത് തമിഴ് മലയാളം അല്ലെങ്കിൽ ഹിന്ദി മലയാളം, ഈ ഒരു 2 റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇനി ഇതിന് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. അതായത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഒരേപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. ഇതിന്റെ ശമ്പളം നോക്കുകയാണെങ്കിൽ 15,000 to 20,000 വരെയാണ് ടേക്ക് ഹോം വരുന്നത്. അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്ലസ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സമാന മേഖലയിൽ ടെലികോളിംഗ് മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സാലറി അവർ ഫൈനലൈസ് ചെയ്യുന്നത്. 35 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബേസിക്കലി ഈ ഒരു ബാങ്കിങ് പ്രോസസ്സിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ എവിടെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു, ഡേറ്റ് ഞാൻ പറഞ്ഞു, ശമ്പളം എത്രയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. അവരുടെ HR കോൺടാക്ട് നമ്പറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സോ ഒരുപാട് വേക്കൻസികൾ ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻഫോ പാർക്കിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ പാസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്